ഉണ്ണി പിറന്നു കാശിട് വല്യപ്പ, ചില്ലറ വേണ്ട നോട്ടിട് വല്യപ്പ. എന്താ അല്ലേ, എന്നോ ഒരു ക്രിസ്മസിന് ഇതുപോലെ കുറേ പിള്ളേർ ഒരുമാതിരി പേടിയാവുന്ന ടൈപ്പ് മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് കരോളിന് വന്നു. അന്ന് വീട്ടിൽ നിന്ന് നൈസായിട്ടൊന്ന് ഉപദേശിച്ചൊക്കെ വിട്ടായിരുന്നു. അങ്ങനെ അവർ തിരിച്ചു പോയപ്പോൾ പാടിക്കൊണ്ടുപോയ പാട്ടാണ്. ഇതുപോലത്തെ ചില ക്രിസ്മസ് പാരഡി സോങ്സ് ഒക്കെ കേൾക്കുമ്പോഴേ ഏതാണ്ട് നമ്മുടെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ സിനിമയിലെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയണ പോലെ അയ്യോ ദാരിദ്ര്യം എന്ന് പറയാൻ തോന്നുന്നു. ക്രിസ്മസിനെ ഏറ്റവും കളർഫുള്ളാക്കണ സംഭവങ്ങളിൽ ഒന്നല്ലേ ഈ ക്രിസ്മസ് കരോളും. പണ്ടൊക്കെ ചെറുപ്പത്തിൽ രാത്രി സാന്റാക്ലോസ് വരും എന്നൊക്കെ പറയുമ്പോൾ ഉറക്കം പോലും ഇല്ലാതെ ക്യൂരിയസ് ആയി ഈ പറഞ്ഞ സാന്റാക്ലോസിനെ കാണാനായിട്ട് നമ്മളിൽ പലരും നോക്കിയിരുന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ ഇന്നസെൻസ് ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള ആ സമയത്ത് ഉണ്ണീശോയ്ക്ക് നേർച്ചയിടാനായിട്ട് മത്സരിച്ച് ഓടി ചെല്ലുന്നതും സാന്റാക്ലോസിന് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതും ഗിഫ്റ്റ് മേടിക്കുന്നതും എല്ലാം ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഓർമ്മകളല്ലേ. ഈ പറയണ കരോളൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു സംഭവമല്ല കേട്ടോ. 13-ാം നൂറ്റാണ്ട് മുതലുള്ള സംഭവങ്ങളാണ്. ഈ പപ്പാഞ്ഞ് കളിക്കാൻ പോകുന്നവർക്ക് പൈസ നൽകുന്ന ഏർപ്പാട് ആദ്യം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇതൊക്കെ നമ്മളിലേക്ക് എത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ അന്ന് ആ കരോളിന് പോകാനും സാന്റാക്ലോസിനെ കാണാനും ക്യൂരിയസ് ആയിട്ടിരുന്ന നമ്മുടെ ആ ഇന്നസെൻസ് എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഉറക്കം പോലും വേണ്ടാന്ന് വെച്ച് പാതിരാ കുർബാനയ്ക്ക് വീട്ടിൽ നിന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ ക്ഷീണമാണെന്ന് പറഞ്ഞ് പള്ളിയിൽ പോലും പോകാതെ കിടന്നുറങ്ങുന്നുണ്ടോ എന്നൊന്നും ആലോചിക്കാം. ഇതൊക്കെ പറഞ്ഞാലും ക്രിസ്മസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അന്നത്തെ ഹോളി മാസിനും ഉണ്ണീശോയ്ക്കും ഒക്കെ തന്നെയാണ്. അത് ആഘോഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. കരോള് പോകുമ്പോഴൊക്കെ വെളിപ്പെടേണ്ടത് ഈശോയുടെ ജനനത്തിന്റെ മഹത്വമാണ്. അത് ആൾക്കാരെ പേടിപ്പിക്കാനും കളിയാക്കാനും വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കാം. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഈശോയ്ക്ക് പിറക്കാൻ പാകത്തിന് നിഷ്കളങ്കമാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. This is RJ Joe signing off and you are listening to Psalms of Christmas. Bye bye.